നമസ്കാരം. സെയിലിംഗ് കമന്ററി ഒരു റെക്കോർഡിന്റെ കഥ പറയാൻ അതിന്റെ തുടക്കമിടാൻ തീരുമാനിച്ചപ്പോൾ പോർട്ട് തന്നെ നമുക്കൊരു റെക്കോർഡിന്റെ കഥ നമുക്ക് പകർന്നു നൽകി. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു പ്രത്യേകത നമ്മുടെ നാട്ടിൽ ധാരാളം പേർ ഇപ്പോൾ പോർട്ടും കപ്പലും അതിൻ്റെ ഫീച്ചേഴ്സും ഒക്കെയായിട്ട് വളരെ ഗൗരവത്തോടെ പഠിക്കുന്നുണ്ട്. സെയിലിംഗ് കമന്ററിക്ക് നിരവധി പേർ MSC വെർജീനിയയുടെ റെക്കോർഡ് 17 മീറ്റർ എന്നുള്ള റെക്കോർഡിന്റെ പ്രതികരണങ്ങൾ, ഫോട്ടോകൾ ഒക്കെ അയച്ചു തന്നു. അപ്പോഴത്തേക്കും അദാനി ഗ്രൂപ്പ് അവർ കൃത്യമായും പറഞ്ഞു 16.95 മീറ്ററാണ്, 17 മീറ്റർ അല്ല, 16.95 മീറ്റർ. അതായിരുന്നു ഇവിടുന്ന് പോയ MSC വെർജീനിയയുടെ ഡ്രാഫ്റ്റ്. അപ്പൊ ഇതിനു മുമ്പ് 16.8 മീറ്റർ ആയിരുന്നു നമുക്ക് റെക്കോർഡിട്ട, 16.8 മീറ്റർ. ഇപ്പോൾ അത് 16.95 മീറ്ററായി. ഡെസ്റ്റിനേഷൻ പോർട്ട് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു സംശയം തോന്നിയിരുന്നു. ലാസ് പമാസിലോട്ട് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു പോകുന്നത്. സ്പെയിനിലെ മറ്റ് പല വലൻസിയ പോലുള്ള, ബാഴ്സലോണ പോലുള്ള പോർട്ടുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ലാസ് പമാസിലോട്ട് ആ പേരിൽ തന്നെ ഒരു കപ്പലുണ്ട്. ഈ പോർട്ടിലോട്ട് ഒരുപക്ഷെ ഈ ഡ്രാഫ്റ്റിന്റെ കൂടുതൽ കൊണ്ടായിരിക്കാം അങ്ങോട്ട് ആദ്യമായിട്ട് പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. എന്തായാലും ഇത്തരം ഒരു റെക്കോർഡിന്റെ കഥ ഇവിടെ അദാനി ഗ്രൂപ്പ് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇതുവരെ 16.5 മീറ്ററിൽ കൂടുതൽ ഡ്രാഫ്റ്റുള്ള 17 കപ്പലുകൾ വിഴിഞ്ഞത്തെത്തി. 16.5 മീറ്റർ ഡ്രാഫ്റ്റുള്ള. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കാൻ തോന്നുന്നത്, നമ്മുടെ തുറമുഖത്തെക്കുറിച്ച് ചിലർ പറഞ്ഞു നടന്നത് എന്താണെന്ന് അറിയാമോ? ക്രെയിൻ അനങ്ങാതെ ക്രെയിനിൽ കാക്ക കൂടുകെട്ടും, പിന്നെ ഇരിക്കുന്നതെല്ലാം ആക്രി കണ്ടെയ്നറാണ്. ഇവിടെ 16 മീറ്റർ ഡ്രാഫ്റ്റുമായിട്ടാണ് വന്നത്. ഇത്രയും വലിയ ഒരു കപ്പൽ, കേവുഭാരമുള്ള കപ്പൽ 16 മീറ്ററിൽ വരികയും തിരിച്ചു 16.95 മീറ്ററിലോട്ട് ഡ്രാഫ്റ്റ് കൂടുകയും ചെയ്യുമ്പോൾ ആക്രി കണ്ടെയ്നറുകൾ തന്നെയായിരിക്കും കയറിയതെന്ന് നമുക്ക് സമാധാനിക്കാം. ആർക്കെങ്കിലും അതുകൊണ്ട് സന്തോഷമുണ്ടാകുന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ. എന്തായാലും സെയിലിംഗ് കമന്ററി ഇത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. സെയിലിംഗ് കമന്ററിക്ക് വേറൊരു മൈൽ സ്റ്റോൺ പിന്നിടുന്ന കാര്യമാണ് ഇനി പ്രേക്ഷകരോട് പറയുവാനുള്ളത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ പോർട്ട് വളരെ സന്തോഷകരമായ ഒരു വാർത്ത തരാൻ ഒരുങ്ങിയിരിക്കുകയാണ്. എന്തായിരിക്കും ആ വാർത്ത? കൂടുതൽ സൂചനകളൊന്നും നൽകുന്നില്ല. കാരണം വളരെ ഗൗരവത്തിൽ ഈ വിഷയങ്ങൾ പഠിക്കുന്ന നിരവധി പേരുണ്ട്. അവരുടെയൊക്കെ അറിവിനെ താഴ്ത്തിക്കെട്ടുന്നതായിരിക്കും കൂടുതൽ ഇൻഫർമേഷൻ നൽകുന്നത്. ഏറ്റവും സന്തോഷകരമായ ഒരു മൈൽ സ്റ്റോൺ പിന്നിടുന്ന മിക്കവാറും ഈ ആഴ്ച തന്നെയായിരിക്കും. ഈ തിങ്കൾ മുതൽ ശനി വരെയുള്ള ആഴ്ചയ്ക്കുള്ളിൽ അങ്ങനെ ഒരു കാര്യം നമ്മുടെ തുറമുഖത്ത് സംഭവിക്കും. എന്തായിരിക്കും ആ ഒരു മാറ്റം? എന്തായിരിക്കും ആ ഒരു മൈൽ സ്റ്റോൺ പിന്നിടൽ? TRVയിൽ നിന്ന് ആദ്യമായി വളരെ വ്യസനത്തോടെ കണ്ടെയ്നർ കയറ്റിവിടാൻ ബുദ്ധിമുട്ടിയ കഥ, ഒടുവിൽ JNPTയിലോട്ട് കണ്ടെയ്നർ കയറ്റിവിട്ട കഥ എല്ലാം നമ്മൾ കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ആ കാർഗോ ഇപ്പോഴും കപ്പലിൽ കയറിയിട്ടില്ല. അതേ സമയത്ത് TRVയിൽ നിന്ന് അദ്ദേഹത്തിന്റെ കാർഗോ പോകേണ്ടിയിരുന്ന കോൺസ്റ്റന്റ എന്ന് പറയുന്ന റൊമേനിയൻ പോർട്ടിലോട്ട് ഇവിടെ നിന്ന് MSC വയോള യാത്ര തിരിച്ചു. ട്രാൻസ്ഷിപ്മെന്റ് കഴിഞ്ഞിട്ടായിരിക്കും എത്തുന്നത്. എന്തായാലും MSC വയോള, സീനസ്, വലൻസിയ, അത് കഴിഞ്ഞ് കോൺസ്റ്റന്റ എന്നുള്ളതാണ് അവരുടെ സെയിലിംഗ് റൂട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ആ കാർഗോ ഇവിടെ നിന്ന് കയറ്റിവിടാൻ പറ്റിയിരുന്നെങ്കിൽ ആ പാവപ്പെട്ട മനുഷ്യന് ഒരു ആശ്വാസമായിരുന്നു. അദ്ദേഹം വളരെ നിരാശനായിട്ട് പല മെസ്സേജുകൾ എനിക്ക് അയച്ചു. ഞാൻ ഇത്രയും നിർഭാഗ്യവാനാണോ? എനിക്ക് എന്താണ് കുഴപ്പം? ഇത്രയും കുഴപ്പങ്ങൾ എനിക്ക് മാത്രമാണോ സംഭവിക്കുന്നത് എന്നൊക്കെയുള്ള തരത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ഉണ്ടായപ്പോൾ എനിക്കും വല്ലാത്ത വിഷമം തോന്നി. ഇത്രയും വലിയൊരു പോർട്ട്, നേരിട്ട് പല പോർട്ടുകളുമായിട്ട് നേരിട്ടുള്ള കണക്ടിവിറ്റി ഇതൊക്കെ ഉണ്ടായിട്ടും തൊട്ടടുത്തിരിക്കുന്ന TRVയുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു കാർഗോ ഇതുവഴി കയറ്റിവിടാൻ ഇത്രയും ദിവസമായിട്ട് 470 480 കപ്പലുകളൊക്കെ ആകാൻ പോകുന്നു. എന്നിട്ടും ഗേറ്റ് തുറക്കാതെ നാട്ടുകാരെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്ന ഭരണകൂടം
ഇത്തരം സാധാരണക്കാരുടെ ശാപം നിങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുകയാണ് എന്നെങ്കിലും ഓർക്കുക. ഏതായാലും MSC വയോള അവിടെ എത്തി കാർഗോ ഇറക്കിക്കഴിഞ്ഞാലും JNPTയിലെ കാർഗോ അവിടെ എത്തില്ല എന്നുള്ളതാണ് ഇന്ന് വരെയുള്ള നമ്മുടെ കണക്കുകൂട്ടൽ. എന്തായാലും നമുക്ക് നോക്കാം TRVയിൽ നിന്നുള്ള ആദ്യത്തെ കാർഗോ കോൺസ്റ്റന്റ് റൊമേനിയയിലെ കോൺസ്റ്റന്റയിൽ എപ്പോൾ എത്തുമെന്ന് നമുക്ക് നമ്മുടെ ബ്യൂണസ് അയേഴ്സ് കാർഗോ പോയതുപോലെ തന്നെ നമുക്ക് നോക്കാം. നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ഒരു ഫീഡർ വെസലിനെ 1-2 ദിവസമായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്, എപ്പോഴാണ് നമ്മുടെ തീരം പിന്നിടുന്നത്. അങ്ങനെ ഒരു കപ്പൽ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട കപ്പലാണ്. കാരണമുണ്ട്. ഇവിടെ നിന്നുള്ളൊരു കാർഗോ അമൽ, സെലിഗമിന്റെ പ്രേക്ഷകൻ അമൽ 27/8/25 ഷൂട്ട് ചെയ്ത് ഫോട്ടോ അയച്ചു തന്നതാണ്. ആ കണ്ടെയ്നർ 12 ദിവസമായിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു, കൊച്ചിയിൽ ഇരിക്കുകയായിരുന്നു. ഇന്നലെ നമ്മുടെ മുമ്പിലൂടെ ഫീഡർ വെസൽ കടന്നുപോയി. അതിനി കൊളംബോയിൽ കൊണ്ടുപോയി. അപ്പൊ 12 ദിവസം കൊച്ചിയിൽ നിദ്ര കഴിഞ്ഞു, കൊളംബോയിൽ കൊണ്ടുപോയി അവിടെ 10 ദിവസം. അപ്പൊ 22 ദിവസം നേരിട്ട് ഇവിടെ നിന്ന് കയറ്റി വിടാവുന്ന ഒരു കാർഗോ 22 ദിവസം TRV, കൊച്ചി, കൊളംബോ. എന്തിനാണ് നിങ്ങൾ ഈ രാജ്യം ഭരിക്കുന്നത്, ഈ സംസ്ഥാനം ഭരിക്കുന്നത്? സാധാരണക്കാർക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഇനി അവിടെ നിന്ന് കൊളംബോയിൽ നിന്ന് ആ കാർഗോ പോകേണ്ടത് അമേരിക്കയിലെ നോർഫോക്ക് എന്ന് പറയുന്നത് വാഷിംഗ്ടൺ അടുത്തിട്ടുള്ള ഒരു തുറമുഖമാണ് അമേരിക്കയിലെ. അപ്പോൾ കൊളംബോയിൽ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാർഗോ TRVയിൽ വെച്ച് കണ്ട കാർഗോ കൊച്ചി വഴി കൊളംബോ വഴി നോർഫോക്കിലെത്താൻ 54 ദിവസം എടുക്കുന്നുണ്ടെങ്കിൽ നോർഫോക്കിൽ നിന്ന് നേരിട്ട് TRVയിൽ വരാൻ 32 ദിവസമാണ് എടുത്തത്. അപ്പൊ 28 ദിവസം അധികം സഞ്ചരിക്കേണ്ടി വരുന്ന ഒരു ട്രക്കിംഗ് ആണ് ട്രിവാൻഡ്രത്തെ അമൽ തന്റെ ട്രാക്കത്തോൺ മത്സരത്തിന് അയച്ച കണ്ടെയ്നറിന്റെ കഥ നമ്മളോട് പറയുന്നത്.